എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇവളുടെ ആഗ്രഹം നമ്മൾ രണ്ടും നല്ല രസമായിട്ട് നമുക്ക് അഭിനയിക്കാടി. ഞാൻ നീ സാറിനോട് പറഞ്ഞു, സാറ് പറഞ്ഞു, സാർ ഓക്കെ പറഞ്ഞു, സാർ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങളോടൊന്ന് വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു. ഈ അടുത്തൊരു ദിവസം തെസ്നിയൻ എടി മേനോൻ സാർ പറഞ്ഞു ഇന്ന് ഫ്രീ ആണെങ്കിൽ നാളെ ചെല്ലാൻ പറഞ്ഞു. സാർ അപ്പൊ ക്രൗൺ താഴെ ഒരു ഓഫീസ് ഉണ്ട് സാറിന്. അപ്പൊ അവിടെ സാർ ഉച്ച വരെ അവിടെ ഇങ്ങനെ ഇരിക്കും, കോഫിയൊക്കെ കഴിച്ച് ആരൊക്കെ സംസാരിക്കുന്നവരൊക്കെ സംസാരിക്കാം. ഞാനും തെസ്നി, എന്റെ മോനും തെസ്നിയുടെ സിസ്റ്ററുടെ മോനൊക്കെ കൂടെ സാറിനെ കാണാൻ പോകും കേട്ടോ. ഇവളുടെ പ്രതീക്ഷ വെബ് സീരീസ് പ്ലാൻ ചെയ്യാൻ സാർ. ശ്രീവിദ്യ, ഒന്ന് ലക്ഷ്മി, ആരാന്റെ മുല്ല കൊച്ചുമുല്ല വെബ് സീരീസ് ആണ്. ഞങ്ങള് പോയി സാർ നമസ്കാരം, ഞങ്ങൾക്ക് കോഫിയൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ രണ്ടുപേരും അവരെ മാറിയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കും. അവർ കോഫി സാറ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, അബീനയ്ക്ക് ഭയങ്കര കോവിഡ് ഒക്കെ പ്രശ്നം, അതൊക്കെ ഇങ്ങനെ കുറച്ച് മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സിനിമയുണ്ടോ സീരിയലുണ്ടോ പറഞ്ഞു. എന്താണ് ഇപ്പോഴത്തെ വെബ് സീരീസിന്റെ അങ്ങനെ വളരെ ഒഫീഷ്യലി സാറിന്റെ വെബ് സീരീസ് എടുത്തൂടെ? നല്ലൊരു സംഭവം, സാറിന്റെ ആരാന്റെ മുല്ല കൊച്ചുമുല്ല. അപ്പൊ ഇത് പറയണം സാറ്, സാറിന് അങ്ങനെ ചെയ്തൂടെ സാറേ? നല്ലൊരു കാര്യമായിരുന്നു അത്. ഞങ്ങളൊക്കെ ഇപ്പം വെബ് സീരീസിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഞാനൊക്കെ ഫ്രീ ആണ് സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാറ് നല്ല കാര്യമാണ്, ഭയങ്കര തെസ്നി പറഞ്ഞ പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറയണ വിദ്യയല്ല, വിദ്യാമയിപ്പില്ലല്ലോ, ലക്ഷ്മി ഉണ്ട്, ലക്ഷ്മി വിളിക്കാം, നമുക്ക് ലക്ഷ്മി വിളിക്കാം. ലക്ഷ്മി പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ തെസ്റ്റിനെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കിട്ടോ. പിന്നെ നിങ്ങൾ പറ, വിദ്യാമ്മയ്ക്ക് പകരം ആര്? നിങ്ങൾ പറ. എനിക്കിത് പറയുന്ന ആൾക്കാർ എന്ത് കളിയാക്കുന്ന എന്നിട്ടുള്ള സാറ് പറഞ്ഞ ഏറ്റവും വലിയ കോമഡി അറിയോ? തെസ്റ്റി സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളി എന്തോ തീരുമാനിച്ചിറങ്ങിയെന്ന്. ഞാനല്ലോ എനിക്ക് ചിരിക്കണോ, എനിക്ക് സാധനം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചിരി വരിക. ഞാനപ്പോ നിർജ്ജീവ ഞാൻ ഇവളോട് ഇങ്ങനെ കാണിച്ചു, നീ പുറത്തേക്ക് പോവാണ്ട്. അത് കഴിഞ്ഞ് സാറ് ഞാൻ എഴുതിക്കോട്ടെ തെസ്സി തുടങ്ങി. നിങ്ങൾ ഈ ലക്ഷ്യം വെച്ച് വരിക മനസ്സിലായില്ല. എന്നോട് സ്വപ്നത്തിൽ പോലും എന്നോട് പറയാൻ മെയിൻ കാരണം ഞാൻ ഇസ്ത്രീ എന്ന് പറഞ്ഞ അത് ഇവളുടെ ആഗ്രഹമാണ് സാർ. ഇവള് വെറുതെ ആഗ്രഹിച്ചു പോയതല്ലേ? ഇത് ആരാന്റെ മനസ്സിൽ കയറി. എന്നിട്ട് ഇവിടെ വിചാരിച്ചേ അവിടെ ചെല്ലുമ്പോ സാറിനെ തങ്ങടെ അടിച്ച് ഏൽപ്പിക്കാം സാർ. ഞങ്ങള് സിനിമ ചെയ്ത ആളല്ലേ, അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? സത്യം സാറിന് പാവം ചിരി വരുന്നത് കേട്ടാലേ. പക്ഷെ സാർ എപ്പോഴെങ്കിലും ആലോചിക്കും. സാർ ഇത് കാണാൻ വിചാരിക്കും ദൈവം. നിങ്ങളെ നിരാശപ്പെടുത്തിയില്ല, അദ്ദേഹം വല്ലാതെ കിന്നനാവും. കിന്നനായി കഴിഞ്ഞാൽ തദ്വാര ഈ വെബ് സീരീസ് അദ്ദേഹം പിടിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ക്രെഡിറ്റ് ഗോസ് ടു FOK. ആലോചിക്കാം. മാത്രമല്ല തെസ്നി ചരിത്രത്തിൽ സ്ഥാനമുള്ളതാ. കലാഭവനിൽ എത്രയോ പുരുഷന്മാർ ജോലി ചെയ്തിട്ടുണ്ട്, ജയറാം തുടങ്ങി എത്രയോ ആളുകൾ. എന്നാൽ അവിടെ ജോലി ചെയ്ത ഏക സ്ത്രീയല്ലേ കലാഭവൻ? അങ്ങനെ ഇട്ടില്ലാന്ന് മാത്രം. കലാഭവൻ ആദ്യ വനിത അല്ലേ? എപ്പോഴും ആദ്യ വനിതയ്ക്കാണല്ലോ PSC ക്വസ്റ്റ്യൻ വരാം. അത് ക്വസ്റ്റ്യൻ എല്ലാരും പറയും, പക്ഷെ അത് നമ്മളെ മിക്രിയിൽ വന്നിരിക്കുന്നവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യും. മറ്റേ അച്ഛൻ കുറച്ച് ബുദ്ധിയുള്ള ആളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏത് കലാഭവനിലെ അമലച്ഛൻ. ടെസ്റ്റ് എങ്ങനെ വിട്ടോടെ? ഇല്ല, എന്റെ ഫാദർ അവിടെ മാജിക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കലാഭവനിൽ. അപ്പോഴാണ് ഞാൻ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു മോളെ തരാം, അത് ഡാൻസും പാട്ടൊക്കെ അറിയാം എന്ന് പറഞ്ഞ് അച്ഛന് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ കലാഭവനിൽ ചെല്ലുന്നത്. കലാഭവനിൽ ഞാൻ അവിടെ ചേർന്നപ്പം അവിടെ എന്നോട് പറഞ്ഞു മ്യൂസിക് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഗാനഭൂഷണം, അതില് തസ്നീം ചേരട്ടെ. അപ്പൊ അത് കഴിയുമ്പോ അതില് ഡാൻസ് ഞാൻ മൂളുകൊള്ളും, വലിയ എപ്പോഴും 4 കാലില് വീഴും, അത്രേ ഉള്ളൂ. ഡാൻസ് ഗ്രൂപ്പിൽ ഉണ്ടായിക്കോട്ടെ. അപ്പൊ 75 രൂപ സാലറി ഉണ്ട് അന്നത്തെ കാലത്ത്. വലിയ കാര്യമല്ലേ? 25 രൂപ നമ്മള് ഗാനഭൂഷന് ഫീസ് കൊടുക്കാലോ, 50 രൂപ വീട്ടിലും കൊടുക്കാം. അപ്പൊ നല്ലൊരു ഇതല്ലേ. അങ്ങനെ ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് പോകുമ്പോ ജയറാമേട്ടൻ, സൈനുദ്ദീൻ, പ്രസാദേട്ടൻ, റഹ്മാൻ, നാരായണൻകുട്ടി ഇവരൊക്കെ അന്ന് ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പം അന്ന് ആ ഗ്രൂപ്പില് നമ്മള് ഡാൻസിന് പോണു. ഞങ്ങള് കർഷക നൃത്തമൊക്കെയാണ്, അന്ന് ട്രഡീഷണൽ ഡാൻസ് ആണ്. നമ്മുടെ നടരാജ മാഷാണ് ഡാൻസ് മാഷ്. അപ്പൊ ഞാൻ ആണാണ്, 3 പെണ്ണും 3 ആണുമാണ്. ഞാൻ ആൺവേഷമാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം ഇന്റർവെല്ലിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ നെല്ല് കൊയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചിരിക്കണം അവിടെ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം, ആക്ട് ചെയ്യണം എന്നും. ഞാൻ ഓരോ ബീഡി എടുത്ത് വലിക്കുന്ന സമയത്ത് ഇവിടെ ജയറാമേട്ടൻ ഒറിജിനൽ ആയിട്ട് ബീഡി കത്തിച്ചു വെച്ചോടെ. ഞാനറിയില്ല, ഞാനതെടുത്ത് വലിച്ച് പുകയോട് പുക, പിന്നെ ചുമയായി, പ്രശ്നമായി. അച്ഛനറിഞ്ഞു എന്നെ വിളിച്ചു,
രശ്നിഖാൻ എന്തിനാണ് ഈ ബീഡിയൊക്കെ പുകയിട്ട് വലിച്ചത്? രശ്നിഖാന് അത് ആക്ഷൻ കാണിച്ചാ പോരെ, എന്തിനാണ് അവിടെ ബീഡിയൊക്കെ വലിച്ചത്? അത് കലാഭവന് ചീത്തപ്പേരാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ പണിയായിരുന്നു അത്.